ഏതാണ്ട് 6 വർഷങ്ങൾക്ക് ശേഷം ലേയ താൻ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കാലവർഷം തുടങ്ങിയിട്ടേയുണ്ടായിരുന്നുള്ളൂ. കാറ്റിൽ പുതുമഴയേറ്റ മണ്ണിന്റെ ഗന്ധം നിറഞ്ഞു നിന്നു. ഓടിട്ട മേൽക്കൂരകളിൽ പെയ്യുന്ന മഴയുടെ പരിചിതമായ താളം എപ്പോഴോ മറന്നുപോയ ഒരു താരാട്ടുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എങ്കിലും അതൊന്നും അവൾക്ക് പൂർണ്ണമായൊരു ആശ്വാസം നൽകിയില്ല. ആ കാറ്റോ ആ ഗന്ധമോ ആ മഴയോ ഒന്നും തന്നെ. കാരണം അവയെല്ലാം അവളെ ഒരാളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു, ജോയെ. അവളുടെ വീട്ടിലേക്കുള്ള ഇടുങ്ങിയ ഇടവഴിയുടെ മുന്നിലായി ആ ടാക്സി വന്നു നിന്നു. ബാഗുകളും എടുത്ത് പുറത്തേക്കിറങ്ങിയ അവളുടെ കണ്ണുകൾ ആ വഴിയവസാനമുള്ള വലിയ ആൽമരത്തിലേക്ക് നീണ്ടു. അത് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, നിശബ്ദമായി, കാലങ്ങളുടെ പഴക്കത്തോടെ. അത് എല്ലാത്തിനും സാക്ഷിയായിരുന്നു. അവളുടെ കുട്ടിക്കാലത്തിനും സൗഹൃദങ്ങൾക്കും ഹൃദയവേദനകൾക്കും പിന്നെ അവളുടെ ആദ്യ പ്രണയത്തിനും. അവൾ മുറ്റത്തേക്ക് നടന്നെത്തുമ്പോഴേക്കും സന്തോഷം കൊണ്ട് കൈകൾ വിറയ്ക്കുന്ന നിലയിൽ അമ്മ വേഗത്തിൽ പുറത്തേക്ക് വന്നു. മകളുടെ മുഖം കൈകളിലെടുത്ത് അമ്മ പറഞ്ഞു, "നീ വല്ലാതെ മെലിഞ്ഞുപോയല്ലോ ലേയ." ലേയ പുഞ്ചിരിച്ചു. "ജോലിയുടെ തിരക്കുകൾ കൊണ്ടാണമ്മേ." "അതോ മറ്റെന്തെങ്കിലുമാണോ?" അമ്മ പതുക്കെ ചോദിച്ചു. ലേയ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അമ്മയെ ഒന്നുകൂടെ മുറുകെ കെട്ടിപ്പിടിച്ചു. ചില സത്യങ്ങൾ ആവർത്തിക്കാൻ കഴിയാത്തത്ര വേദന നിറഞ്ഞതാണല്ലോ. നഗരത്തെ അപേക്ഷിച്ച് ഗ്രാമത്തിലെ ജീവിതത്തിന് വേഗത കുറവായിരുന്നു. അവിടെയൊന്ന് പൊരുത്തപ്പെട്ടു വരാൻ അവൾക്ക് 1-2 ദിവസം എടുത്തെങ്കിലും രാത്രികൾ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. കാരണം പിൻവാങ്ങാൻ മടിക്കുന്ന തിരമാലകളെപ്പോലെ പഴയ ഓർമ്മകളെ തിരികെ കൊണ്ടുവരാൻ രാത്രികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞുവെന്ന് കരുതി അവൾ ഒതുക്കി വെച്ച ഓർമ്മകളെ മൂടിവെച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രയാസമായിരുന്നു. നാട്ടിലെത്തി 4ാമത്തെ ദിവസം വൈകുന്നേരം കനത്ത മഴയത്ത് പതിവുള്ളതുപോലെ കറന്റ് പോയി. വേറെയൊന്നും ചെയ്യാനില്ലാതിരുന്നതിനാൽ ലേയ ജനാലയ്ക്കരികിൽ മഴയുടെ ശബ്ദവും കേട്ടിരുന്നു. മഴയുടെ ശബ്ദം കൂടിക്കൂടി വന്നു. അതിനൊപ്പം അവൾ ആഴത്തിൽ കുഴിച്ചുമൂടിയ ആ ഓർമ്മകളും ഉയർന്നു വന്നു. ആദ്യമായി ജോയെ ശരിക്കും പരിചയപ്പെടുമ്പോൾ അവൾക്ക് 17 വയസ്സായിരുന്നു പ്രായം. സ്കൂളിൽ വെച്ച് അവർ പലപ്പോഴും പരസ്പരം കാണാറുണ്ടായിരുന്നു. ഔപചാരികമായ പുഞ്ചിരികൾ കൈമാറുകയും ചിലപ്പോഴൊക്കെ ഒരേ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു മഴ ദിവസം എന്തോ ഒന്ന് മാറിമറഞ്ഞു. ചെളി നിറഞ്ഞ വഴിയിലൂടെ വരുമ്പോൾ അവളുടെ സൈക്കിൾ തെന്നിമാറി അവൾ ഒരു ചെളിവെള്ളത്തിലേക്ക് വീണു. വീണ്ടും തെന്നി വീഴാതെ എഴുന്നേൽക്കാൻ ശ്രമിച്ച് ദേഷ്യത്തോടെ അവൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു കൈ അവൾക്ക് നേരെ നീണ്ടുവന്നു. "സഹായം വേണോ?" അവൾ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് അവനെയായിരുന്നു. മഴയിൽ നനഞ്ഞൊലിച്ച് നാണത്തോടെ പുഞ്ചിരിക്കുന്ന ജോ. ചമ്മലോടെ അവൾ ആ കൈകളിൽ പിടിച്ചു. വളരെ എളുപ്പത്തിൽ അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. "കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു," അവൻ പറഞ്ഞു. "താൻ തന്റെ കാര്യം നോക്കിയാൽ മതി." അവൾ ദേഷ്യപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾക്കതിൽ കുറ്റബോധം തോന്നി. അവൻ കണ്ണു ചിമ്മി, പിന്നെ ചിരിച്ചു. ആ ചിരി അപ്പോൾ അവളെ വല്ലാതെ അലോസരപ്പെടുത്തി. "അടുത്ത തവണ നീ വീഴുമ്പോൾ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചോളാം," അവൻ കളിയാക്കി. "അതാണ് നല്ലത്," അവൾ മറുപടി പറഞ്ഞു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അന്നവർ ഒരേ വഴിയിലൂടെയാണ് വീട്ടിലേക്ക് നടന്നത്. മഴ വീണ്ടും കനത്തു. അവൾ അതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ നടന്നെങ്കിലും അവൻ തന്റെ കുട അവൾക്ക് മുകളിലായി പിടിച്ചിരുന്നു. "യു ആർ വെൽക്കം," ഒരു കള്ളഗമയോടെ അവൻ പറഞ്ഞു. "ഞാൻ ചോദിച്ചില്ലല്ലോ," അവൾ തറപ്പിച്ചു പറഞ്ഞു. എങ്കിലും അവൾ മാറി നടന്നില്ല. അവനും. അവർക്കിടയിലെ ആദ്യത്തെ നിമിഷമായിരുന്നു അത്. അപ്രതീക്ഷിതമായ, യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാത്ത, അപൂർണതകൾക്കിടയിലും മനോഹരമായ ഒരു നിമിഷം. അന്നു മുതൽ അവർ തമ്മിൽ കാണുന്നത് പതിവായി. സ്കൂളിലെ ഇടവേളകളിലും ഒന്നിച്ചുള്ള പഠന സമയങ്ങളിലും കവിതാ മത്സരങ്ങളിലും എന്തിന് അവധി ദിവസങ്ങളിൽ നാട്ടിലെ വായനശാലയിൽ സഹായിക്കാൻ കൂടുമ്പോൾ പോലും അവർ ഒന്നിച്ചുണ്ടായിരുന്നു. രണ്ടുപേർക്കും പുസ്തകങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. ജോയ്ക്ക് ജീവചരിത്രങ്ങളോടായിരുന്നു താല്പര്യമെങ്കിൽ ലേയയ്ക്ക് കഥകളോടായിരുന്നു പ്രിയം. സമയം പോകുന്നതറിയാതെ മണിക്കൂറുകളോളം അവർ സംസാരിച്ചിരിക്കുമായിരുന്നു. ഡിബേറ്റുകളിൽ അവർ മികച്ചൊരു കൂട്ടുകെട്ടാണെന്ന് അധ്യാപകർ കണ്ടെത്തി. സഹപാഠികളുടെ കളിയാക്കലുകൾ അവർ ശ്രദ്ധിച്ചില്ല. എന്നാൽ സത്യം മറ്റൊന്നായിരുന്നു. അവരുടെ ചിരികൾക്കും തർക്കങ്ങൾക്കും പരസ്പരം പങ്കുവച്ച രഹസ്യങ്ങൾക്കുമിടയിൽ എപ്പോഴോ അവർ പ്രണയത്തിലായി. അതൊരു നാടകീയ സംഭവമായിരുന്നില്ല, സിനിമകളിലേതുപോലെ ആയിരുന്നില്ല, പെട്ടെന്നൊരിക്കൽ സംഭവിച്ചതുമായിരുന്നില്ല. വളരെ പതുക്കെ, നിശബ്ദമായി, മനോഹരമായി സംഭവിച്ച ഒന്നായിരുന്നു അത്.
നീണ്ട നേരത്തെ പഠനത്തിന് ശേഷം അവർ വീട്ടിലേക്ക് നടക്കുകയായിരുന്ന ഒരു സായാഹ്നം ജോ പെട്ടെന്ന് നിന്നു. സ്കൂൾ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടില്ലെങ്കിലോ? അവൻ ചോദിച്ചു. അതെന്താ കാണാത്തത്? ആശയക്കുഴപ്പത്തോടെ അവൾ തിരികെ ചോദിച്ചു. ജീവിതം മുന്നോട്ടു പോകും, ആളുകൾ മാറും, നഗരങ്ങൾ സ്വപ്നങ്ങളെ വിഴുങ്ങും. ഈ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടാലോ? അവൾ പെട്ടെന്ന് മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അവന്റെ കയ്യിൽ നിന്നും നോട്ട്ബുക്ക് വാങ്ങി അതിന്റെ അവസാനത്തെ പേജിൽ എന്തോ ഒന്ന് കുറിച്ചിട്ടു. അത് തിരികെ നൽകുമ്പോൾ അവൾ പറഞ്ഞു, ഇനി നമ്മൾ അകന്നുപോയാൽ പോലും ഇതിനൊരു മാറ്റവും ഉണ്ടാകില്ല. അവൻ ആ ബുക്ക് തുറന്നു. ആ അവസാനത്തെ പേജിൽ അവൾ ഇങ്ങനെ എഴുതിയിരുന്നു: ചിലർ നമ്മുടെ ജീവിതത്തിൽ കൂടെയില്ലെങ്കിലും അവർ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അന്ന് ജോ തന്റെ പ്രണയം തുറന്നു പറഞ്ഞില്ല. പക്ഷേ അതിന്റെ ആവശ്യവുമില്ലായിരുന്നു. അവരുടെ നിശബ്ദത എല്ലാം പറയുന്നുണ്ടായിരുന്നു. 2 വർഷങ്ങൾ കടന്നുപോയി. അവർ വളർന്നു, ഉത്തരവാദിത്തങ്ങൾ കൂടി. കുടുംബത്തെ സഹായിക്കാൻ ജോ പാർട്ട് ടൈം ജോലി ചെയ്യാൻ തുടങ്ങി. ലേയയ്ക്ക് ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഒരു കോളേജിൽ സ്കോളർഷിപ്പ് ലഭിച്ചു. അവൾ പോകുന്നതിന് തലേ ദിവസം വൈകുന്നേരം ആൽമര ചുവട്ടിൽ വെച്ച് തന്നെയൊന്ന് കാണണമെന്ന് ജോ അവളോട് പറഞ്ഞു. ചെറിയൊരു പരിഭ്രമത്തോടെയും അതിലേറെ ആകാംക്ഷയോടെയും അവൾ അങ്ങോട്ട് ചെന്നു. അവൻ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. കയ്യിൽ ഒരു ചെറിയ പെട്ടിയുമുണ്ടായിരുന്നു. അവൾ ചെന്നപ്പോൾ കുറച്ചു നേരത്തേക്ക് അവൻ ഒന്നും മിണ്ടിയില്ല. അവളുടെ മുഖം മനസ്സിൽ പതിപ്പിച്ചെടുക്കുന്നതുപോലെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. വലുതായിട്ടൊന്നും നിനക്ക് തരാൻ എന്റെ കയ്യിലില്ല, അവൻ പറഞ്ഞു. പക്ഷേ ഇത് നിന്നെ എന്നെ ഓർമ്മിപ്പിച്ചേക്കാം. അവൻ ആ പെട്ടി തുറന്നു. മഴത്തുള്ളിയുടെ ആകൃതിയിലുള്ള ഒരു ചെറിയ വെള്ളി ലോക്കറ്റായിരുന്നു അതിനുള്ളിൽ. മഴ നിനക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് നീ എപ്പോഴും പറയാറില്ലേ? അവൻ പതുക്കെ പറഞ്ഞു. ഇത് വളരെ മനോഹരമായിരിക്കുന്നു, അവൾ മറുപടി നൽകി. പെട്ടെന്ന് അവൻ അവളെ കെട്ടിപ്പിടിച്ചു. വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്തതെല്ലാം കൈമാറുന്നതുപോലെ. ആഴത്തിലുള്ള നീണ്ടൊരു ആലിംഗനം. അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, എനിക്കൊരു വാക്ക് തരണം. എന്ത്? എന്നെ മറക്കരുത്. അവളുടെ ശബ്ദമിടറി. ഇല്ല, ഞാൻ മറക്കില്ല. എന്നാൽ ജീവിതം ഇത്തരം വാഗ്ദാനങ്ങൾക്ക് വലിയ വിലയൊന്നും കൊടുക്കാറില്ലല്ലോ. നഗരജീവിതം ബഹളമയവും അതിവേഗത്തിലുള്ളതും വല്ലാത്തൊരു തിരക്കു പിടിച്ചതുമായിരുന്നു. ലേയ അവളുടെ പഠനത്തിന്റെ തിരക്കുകളിലേക്ക് പൂർണ്ണമായും മുഴുകി. പിന്നീട് ഇന്റേൺഷിപ്പുകൾ, അതിനുശേഷം ജോലി. പതുക്കെ പതുക്കെ അവളും ജോയും തമ്മിലുള്ള ഫോൺ വിളികൾ കുറഞ്ഞു വന്നു. ആദ്യം അവർ എല്ലാ ദിവസവും സംസാരിക്കുമായിരുന്നു. പിന്നെ അത് ആഴ്ചയിലൊരിക്കലായി. പിന്നീട് എപ്പോഴെങ്കിലുമായി. പിന്നെ അത് തീരെ ഇല്ലാതായി. അത് അവർക്ക് പരസ്പരം സ്നേഹമില്ലാഞ്ഞിട്ടായിരുന്നില്ല, മറിച്ച് അവരുടെ സാഹചര്യങ്ങൾ അവരെ 2 വ്യത്യസ്ത വഴികളിലേക്ക് വലിച്ചുകൊണ്ടു പോവുകയായിരുന്നു. സംസാരിക്കുമ്പോൾ ജോ എപ്പോഴും വല്ലാതെ ക്ഷീണിതനായിരുന്നു. അസുഖബാധിതനായ അച്ഛനെയും കുടുംബത്തെയും നോക്കാൻ അവൻ കൂടുതൽ സമയമെടുത്ത് ജോലി ചെയ്യാൻ തുടങ്ങി. തന്റേതായ വൈകാരിക പ്രശ്നങ്ങൾ കൂടി പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കാൻ ലേയ ആഗ്രഹിച്ചില്ല. അവൾ അവളുടെ പ്രശ്നങ്ങൾ അവനിൽ നിന്നും മറച്ചുവെക്കാൻ തുടങ്ങി. അവൻ അവന്റേതും. അവർക്കിടയിൽ നിശബ്ദത വളർന്നു വന്നു. അത് ദേഷ്യം കൊണ്ടുണ്ടായതായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു തളർച്ച കാരണമായിരുന്നു. അവൾ നഗരത്തിലേക്ക് പോയി 2 വർഷങ്ങൾക്ക് ശേഷം അവസാനമായി അവർ സംസാരിച്ചപ്പോൾ ജോയുടെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. നീ നിന്റെ കരിയറിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്, അവൻ പറഞ്ഞു. നമ്മൾ സംസാരിക്കുന്നത് നിർത്തണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നെഞ്ചു പിടഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. അല്ല, അവൻ പതുക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത്, ചിലപ്പോൾ വിധി നമുക്കായി കരുതി വച്ചിരിക്കുന്നത് മറ്റെന്തെങ്കിലുമാകും. ഫോണിന്റെ ഇരുതലയ്ക്കലുമിരുന്ന് 2 പേരും നിശബ്ദമായി തകർന്നുപോയ ഒരു നിമിഷത്തിലായിരുന്നു ആ കോൾ അവസാനിച്ചത്. അവർ വഴക്കിട്ടില്ല, പരസ്പരം കുറ്റപ്പെടുത്തിയില്ല. അവർ വെറുതെ പരസ്പരം അകന്നുപോയി. 6 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ ജനാലക്കരികിൽ ഇരിക്കുമ്പോൾ ലേയയുടെ തൊണ്ടയിടറി. കണ്ണുനീർ മറച്ചുപിടിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. എന്തിനാണിപ്പോൾ? അവൾ മഴയോട് പതുക്കെ ചോദിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം അടുത്തുള്ള ക്ലിനിക്കിൽ പോയി കുറച്ച് മരുന്നുകൾ വാങ്ങിവരാൻ അമ്മ അവളോട് പറഞ്ഞു. ചാറ്റൽ മഴ ആസ്വദിച്ചുകൊണ്ട് അവൾ പതുക്കെ അങ്ങോട്ട് നടന്നു. ക്ലിനിക്കിനുള്ളിലേക്ക് കയറിയതും അവൾ ഒന്ന് സ്തംഭിച്ചു നിന്നു. അവിടെ കൗണ്ടറിന് പിന്നിലായി എന്തോ എഴുതിക്കൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ലോകത്ത് എവിടെ വെച്ച് കണ്ടാലും അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾ. വിശാലമായ ചുമലുകൾ, പരിചിതമായ ആ കണ്ണുകൾ, എപ്പോഴും അവളുടെ ഹൃദയത്തിന് ശാന്തത നൽകിയിരുന്ന ആ സാന്നിധ്യം. ജോ. അവളുടെ ശ്വാസം നിലച്ചതുപോലെ തോന്നി.
ഒരടി മുന്നോട്ട് വെക്കാൻ അവളുടെ കാലുകൾക്ക് കഴിഞ്ഞില്ല. അവൻ അവളെ കണ്ടിരുന്നില്ല. അവന്റെ മുടി അല്പം നീണ്ടിരുന്നു. വളരെ ലളിതമായൊരു ഷർട്ടായിരുന്നു വേഷം. അവന് പ്രായം കുറച്ചു കൂടിയതുപോലെ, ജീവിതഭാരം കൂടുതൽ പേറുന്നതുപോലെ തോന്നിപ്പിച്ചു. എന്നാൽ അവന്റെ കണ്ണുകളിൽ മറ്റെന്തോ ഒന്നും ഉണ്ടായിരുന്നു. അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വല്ലാത്തൊരു ക്ഷീണം. അവൾ നിശബ്ദമായി മുന്നോട്ടു വന്നു. ജോ. അവന്റെ കയ്യിൽ നിന്നും പേന താഴെ വീണു. അവൻ തലയുയർത്തി നോക്കി. ഒരു നിമിഷത്തേക്ക് സമയം നിലച്ചതുപോലെ തോന്നി. ലേയ, അവൻ പതുക്കെ വിളിച്ചു. അവർക്ക് ചുറ്റുമുള്ള ലോകം ഇല്ലാതായതുപോലെ തോന്നി. അവിടെയുണ്ടായിരുന്ന സംസാരങ്ങളും ശബ്ദങ്ങളും രോഗികളും എല്ലാം മങ്ങിമറഞ്ഞു. വീണ്ടും ഒരേ സ്ഥലത്ത് കണ്ടുമുട്ടിയെന്നത് വിശ്വസിക്കാനാവാതെ അവർ പരസ്പരം നോക്കി നിന്നു. ഒടുവിൽ സമനില വീണ്ടെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു, നീ തിരികെ വന്നോ? കുറച്ചു ദിവസത്തേക്ക്, അവൾ പതുക്കെ പറഞ്ഞു. നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്, അവൻ വേഗത്തിൽ മറുപടി പറഞ്ഞു, വല്ലാത്തൊരു തിടുക്കത്തിൽ. അവന്റെ ചർമ്മത്തിലെ വിളർച്ച അവൾ ശ്രദ്ധിച്ചു. അവന്റെ കൈകളിലെ നേരിയ വിറയലും. എങ്കിലും അവൾ നിർബന്ധപൂർവം ഒരു പുഞ്ചിരി മുഖത്ത് വരുത്തി. നല്ലത്, അവൾ പറഞ്ഞു. നിനക്കോ? അവൻ ചോദിച്ചു. അങ്ങനെ പോകുന്നു, സങ്കടം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അവർക്കിടയിൽ വല്ലാത്തൊരു അപരിചിതത്വം നിറഞ്ഞു നിന്നു. അത് ദേഷ്യമോ വെറുപ്പോ ആയിരുന്നില്ല. പകരം പറയാതെ പോയ കാര്യങ്ങളുടെ വലിയൊരു ഭാരമായിരുന്നു അത്. ഞാൻ പോട്ടെ, അവൾ പതുക്കെ പറഞ്ഞു. സൂക്ഷിക്കണം, അവൻ മറുപടി നൽകി. തിരിഞ്ഞു നോക്കാതെ അവൾ പുറത്തേക്ക് നടന്നു. ഒരു വേള അവൾ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ വേദന കൊണ്ട് അവന്റെ കണ്ണുകൾ നിറയുന്നത് അവൾക്ക് കാണാമായിരുന്നു. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജോയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, കാര്യമായ എന്തോ ഒന്ന്. പിറ്റേന്ന് രാവിലെ കൂടുതൽ മരുന്നുകൾ വാങ്ങാനുണ്ടെന്ന വ്യാജേന അവൾ വീണ്ടും ആ ക്ലിനിക്കിലേക്ക് ചെന്നു. റിസപ്ഷനിസ്റ്റ് വളരെ ലാഘവത്തോടെ പറഞ്ഞു, ജോ ഇന്നിവിടെ ഇല്ല, അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിനായി പോയിരിക്കുകയാണ്. ട്രീറ്റ്മെന്റോ? പരിഭ്രമത്തോടെയും ആശയക്കുഴപ്പത്തോടെയും ലേയ ചോദിച്ചു. ഓ, നിങ്ങൾക്കറിയില്ലേ? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. അദ്ദേഹത്തിന് ഹൃദയസംബന്ധമായ അസുഖമുണ്ട്. ഈ വർഷം അത് കുറച്ചുകൂടി വഷളായി. ലേയയുടെ കാൽമുട്ടുകൾ തളരുന്നതുപോലെ അവൾക്ക് തോന്നി. ഹൃദയത്തിന് അസുഖമോ? അതെ, അദ്ദേഹം ഇത് അധികം ആരോടും പറയാറില്ല. വെറുതെ ഇരിക്കാൻ മടിയുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നത്. വല്ലാത്തൊരു മരവിപ്പോടെയാണ് ലേയ വീട്ടിലേക്ക് നടന്നത്. മഴ അവളുടെ വസ്ത്രങ്ങളെ നനയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ അതൊന്നും അറിഞ്ഞതേയില്ല. അവളുടെ നെഞ്ചെരിയുകയായിരുന്നു. അവൻ എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ച് അവളോട് പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് അവൻ എപ്പോഴും എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമക്കുന്നത്? അവളെ കൂടെ നിർത്തുന്നതിന് പകരം എന്തുകൊണ്ടാണ് അവൻ അവളെ അകറ്റി നിർത്തിയത്? അന്ന് രാത്രി അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. സാഹചര്യങ്ങൾ കാരണം ഒരിക്കൽ എനിക്ക് അവനെ നഷ്ടപ്പെട്ടു. അവൾ ചിന്തിച്ചു. ഇനി പേടികൊണ്ട് അവനെ നഷ്ടപ്പെടുത്താൻ എനിക്കാകില്ല. അവനോട് സംസാരിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. വ്യക്തമായി തന്നെ, ഒന്നും മറച്ചു വെക്കാതെ. പിറ്റേ ദിവസം അവൾ അവന്റെ വീട്ടിലേക്ക് ചെന്നു. വരാന്തയിലിരുന്ന് പഴയൊരു റേഡിയോ നന്നാക്കുകയായിരുന്നു ജോ. തലയുയർത്തി അവളെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ അതിശയം മിന്നിമറഞ്ഞു. നീ വീണ്ടും വന്നോ? അവൻ പതുക്കെ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. നമുക്കൊന്ന് സംസാരിക്കണം. അവനൊന്ന് മടിച്ചു. ലേയ, ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ വിടുന്നതല്ലേ? അല്ല, അവൾ അവനെ തടസ്സപ്പെടുത്തി. ഇത്തവണ അങ്ങനെയല്ല. അവൾ അവന്റെ അരികിലിരുന്നു. നിന്റെ അസുഖത്തെക്കുറിച്ച് എനിക്കറിയാം. അവനൊന്ന് തറഞ്ഞുപോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ കള്ളം പറഞ്ഞു. ഒരു നിമിഷത്തേക്കെങ്കിലും ഈ അഭിനയമൊന്ന് നിർത്താമോ? വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൾ ചോദിച്ചു. നീ എന്താ എന്നോടിത് പറയാതിരുന്നത്? ആദ്യം അവനൊന്നും മിണ്ടിയില്ല. അതിലർത്ഥമൊന്നുമില്ലായിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു. നമുക്ക് നമ്മുടേതായ ജീവിതങ്ങളുണ്ടായിരുന്നു. നിന്റെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു. അതിലേക്ക് നിന്നെ വലിച്ചിഴയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എന്തിലേക്ക്? നിന്നെ ശുശ്രൂഷിക്കുന്നതിലേക്കോ? നിന്നെ സ്നേഹിക്കുന്നതിലേക്കോ? നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിലേക്കോ? കണ്ണുനീരോടെ അവൾ ദേഷ്യപ്പെട്ടു. ലേയ, ഞാൻ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ പോലും നീ എന്നെ അകറ്റി നിർത്തി. അവൻ മുഖം തിരിച്ചു. കൂടുതൽ നല്ലൊരു ജീവിതം നീ അർഹിച്ചിരുന്നു. അതാര് തീരുമാനിക്കും? നീയോ അതോ ഞാനോ? അവിടെ നിശബ്ദത തളം കെട്ടി നിന്നു. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. ആദ്യം നേരിയ ചാറ്റൽ മഴയായി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് വരാന്തയുടെ അരികിലേക്ക് നടന്നു. ഞാൻ പോകുന്നതിനു മുമ്പ് നീ എനിക്കെന്താ തന്നതെന്ന് ഓർമ്മയുണ്ടോ? അവൾ ചോദിച്ചു. അവൻ തലകുലുക്കി. ആ ലോക്കറ്റ്, അതിപ്പോഴും എന്റെ കയ്യിലുണ്ട്, അവൾ പതുക്കെ പറഞ്ഞു. അവന്റെ കണ്ണുകൾ വിടർന്നു. ഞാൻ ഒരിക്കലും നിന്നെ മറന്നിട്ടില്ല ജോ, ഒരു ദിവസത്തേക്ക് പോലും.
അവന്റെ ശ്വാസം നിലച്ചതുപോലെയായി. അവൾ അവനടുത്തേക്ക് നീങ്ങി നിന്നു. നീയായിരുന്നു എന്റെ ആദ്യത്തെ പ്രണയം, എന്റെ ഒരേ ഒരു പ്രണയവും. ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ലേയ. എനിക്കറിയില്ല എത്ര കാലം. അതെനിക്കറിയേണ്ട, അവൾ പറഞ്ഞു. പ്രണയം അളക്കുന്നത് വർഷങ്ങൾ കൊണ്ടല്ല, അത് നിമിഷങ്ങൾ കൊണ്ടാണ്. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ജോ തകർന്നുപോയി. അവന്റെ കവിളുകളിലൂടെ നിശബ്ദമായി കണ്ണുനീർ ഒഴുകി. വിറയ്ക്കുന്ന അവന്റെ കൈകൾ അവൾ ചേർത്തു പിടിച്ചു. എന്നെ നിന്റെ കൂടെ നിൽക്കാൻ അനുവദിക്കൂ. ജീവിതം എത്ര കാലം അനുവദിക്കുന്നുവോ അത്രയും കാലം. വികാരഭരിതനായി അവൻ കണ്ണുകൾ അടച്ചു. ലേയ, നിന്നെ വീണ്ടും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഇതിനകം തന്നെ എന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞു. കണ്ണീരിനിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നില്ലേ? അവനിൽ നിന്നും ഒരു ചെറിയ ചിരി പുറത്തു വന്നു. ഒടുവിൽ പറയാതെ വെച്ച വർഷങ്ങളുടെ വികാരങ്ങൾക്കൊടുവിൽ അവൻ അവളെ കെട്ടിപ്പിടിച്ചു. വർഷങ്ങൾക്ക് മുൻപത്തെ അതേ വിറങ്ങലിച്ച മുറുകെയുള്ള ആലിംഗനം. അവർക്ക് ചുറ്റും മഴ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവരുടെ ഹൃദയങ്ങളിൽ വല്ലാത്തൊരു ഊഷ്മളത നിറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. അവർ ഒരുമിച്ച് സമയം ചിലവഴിച്ചു. പാടങ്ങളിലൂടെ നടന്നും പഴയതുപോലെ പുസ്തകങ്ങൾ വായിച്ചും ആൽമര ചുവട്ടിലിരുന്ന് സംസാരിച്ചും ചെറിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയും നിസ്സാര കാര്യങ്ങൾക്ക് ചിരിച്ചും അവർ ആ നിമിഷങ്ങൾ ആസ്വദിച്ചു. ജോയുടെ അസുഖം പെട്ടെന്നൊരു മാന്ത്രിക വിദ്യ പോലെ ഇല്ലാതായില്ല. അവന് വല്ലാതെ ക്ഷീണം തോന്നുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ അവൻ തലകറങ്ങി വീണു, ചിലപ്പോൾ അവന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്നാൽ അവൻ ഇനി ഒറ്റയ്ക്കായിരുന്നില്ല, അവളും. അവൻ ബുദ്ധിമുട്ടിയപ്പോഴെല്ലാം അവന്റെ കൈ പിടിച്ച് ലേയ അവൻ അരികിൽ തന്നെയുണ്ടായിരുന്നു. നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്? ഒരു ദിവസം രാത്രി അവൻ ചോദിച്ചു. കാരണം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. വളരെ ലളിതമായി അവൾ മറുപടി പറഞ്ഞു. അതുതന്നെ ധാരാളം. ഒരു വൈകുന്നേരം പുഴയോരത്തുകൂടി നടക്കുമ്പോൾ ജോ പെട്ടെന്ന് നിന്നു. ലേയ, അവൻ വിളിച്ചു. എന്താ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അവൾ സ്വന്തം കൈകൊണ്ട് അവന്റെ വായ പൊത്തി. ഒന്നും സംഭവിക്കില്ല. പക്ഷേ എങ്ങാനും? വേണ്ട, അവൾ തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയൊന്നും പറയരുത് ലേയ. അവളുടെ കൈ പതുക്കെ മാറ്റി അവൻ പറഞ്ഞു. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് മരണത്തെ ഭയമില്ല, അവൻ പറഞ്ഞു. നിന്നെ ഒറ്റയ്ക്കാക്കി പോകുന്നതിനെയാണ് എനിക്ക് ഭയം. നീ എങ്ങോട്ടും പോകുന്നില്ല, അവൾ വാശിയോടെ പറഞ്ഞു. പക്ഷേ പോവുകയാണെങ്കിൽ എനിക്കൊരു വാക്ക് തരണം. ഇല്ല, അവൾ പതുക്കെ പറഞ്ഞു. പ്ലീസ്, ഇടറിയ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. അവൾ കണ്ണുകൾ അടച്ചു. കണ്ണുനീർ താഴേക്കൊഴുകി. നീ നിന്റെ ജീവിതം ജീവിച്ചു തീർക്കുമെന്ന് എനിക്ക് വാക്ക് തരണം, അവൻ പറഞ്ഞു. പൂർണ്ണമായി, യാതൊരു ഭയവുമില്ലാതെ. ഇനി ഞാൻ കൂടെയില്ലെങ്കിൽ പോലും. അവൾ പൊട്ടിക്കരഞ്ഞു. എന്നോടത് ചോദിക്കരുത്, അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എനിക്കത് ചോദിച്ചേ തീരൂ. എപ്പോഴാണെങ്കിലും ആ സമയം വരുമ്പോൾ സമാധാനത്തോടെ എനിക്ക് പോകാൻ കഴിയുന്ന ഒരേയൊരു വഴി അതാണ്. അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. എനിക്ക് നിന്നെ വെറുപ്പാണ്, അവൾ പതുക്കെ പറഞ്ഞു. എനിക്കറിയാം, അവൻ മറുപടി പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഏറെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. മാസങ്ങൾ കടന്നുപോയി. അവർ വഴക്കിട്ടു, അവർ ചിരിച്ചു, അവർ കരഞ്ഞു, അവർ പരസ്പരം ആശ്വാസമായി. അവരുടെ പ്രണയം കൂടുതൽ ആഴമുള്ളതായി മാറി. അത് യാതൊരു കുറവുകളുമില്ലാത്തതുകൊണ്ടായിരുന്നില്ല, മറിച്ച് പരസ്പരം പങ്കുവച്ച വേദനകളും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള അവരുടെ മനസ്സും കൊണ്ടായിരുന്നു. ഒരു രാത്രി ശ്വാസമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടിയ കഠിനമായൊരു നേരത്തിനു ശേഷം അവൻ അവളെ തന്റെ അരികിലിരിക്കാൻ വിളിച്ചു. എനിക്ക് നിനക്ക് എന്തോ തരാനുണ്ട്, അവൻ പതുക്കെ പറഞ്ഞു. എന്ത്? ആശങ്കയോടെ അവൾ ചോദിച്ചു. അവൻ ഒരു ചെറിയ നോട്ട്ബുക്ക് നീട്ടി. അവൾക്കത് പെട്ടെന്ന് മനസ്സിലായി. അവളുടെ സ്കൂൾ കാലത്തെ അതേ നോട്ട്ബുക്ക്. അവൻ അതിന്റെ അവസാനത്തെ പേജ് തുറന്നു. അവൾ അന്ന് എഴുതിയ പഴയ വരികൾക്ക് താഴെ അവൻ ഇങ്ങനെ എഴുതിയിരുന്നു. ചില ഹൃദയങ്ങൾ ഒരാളെ മാത്രമേ എക്കാലവും ചേർത്തു പിടിക്കുകയുള്ളൂ. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എനിക്കിനിയും ഒരു ജന്മം കൂടിയുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ നിന്നെ തന്നെയാകും തിരഞ്ഞെടുക്കുക. അവന്റെ തോളിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞുകൊണ്ട് അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. പുറത്ത് കാലവർഷം ഇരമ്പിയാർക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ചെറിയ മുറിക്കുള്ളിൽ സമയം നിശ്ചലമായി. പ്രണയം അവിടെ ശ്വസിക്കുന്നുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകയാണെങ്കിലും ദുർബലമാണെങ്കിലും താൽക്കാലികമാണെങ്കിലും പ്രണയം അവിടെ ജീവിച്ചിരുന്നു. ഒരു മാസത്തിനു ശേഷം തെളിഞ്ഞൊരു പ്രഭാതത്തിൽ ഉറക്കത്തിൽ ജോ നിശബ്ദമായി യാത്രയായി. വേദനകളില്ലാതെ
പിടച്ചലുകളില്ലാതെ സമാധാനപരമായ ഒരു നിശ്ചലത മാത്രം. നേരിയൊരു പുഞ്ചിരിയോടെ കിടക്കുന്ന അവനെയാണ് ലേയ കണ്ടത്. അവളുടെ ലോകം തകർന്നു വീണു. അവൾ പൊട്ടിക്കരഞ്ഞു. തിരിച്ചു വരാൻ അവൾ അവനോട് കെഞ്ചി. എന്നാൽ അവന്റെ യാത്ര പൂർണ്ണമായിരുന്നു. അവളുടേതായിരുന്നില്ല. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ആ വെള്ളി ലോക്കറ്റും മുറുകെ പിടിച്ച് അവൾ ആൽമരച്ചുവട്ടിൽ തനിച്ചിരുന്നു. ആകാശം അവളോടൊപ്പം വിലപിക്കുന്നതുപോലെ പതുക്കെ മഴ പെയ്യാൻ തുടങ്ങി. പൂർണ്ണമായും തകർന്നുകൊണ്ട് കാറ്റിനോടായി അവൾ പതുക്കെ പറഞ്ഞു, "നീ വാക്ക് തന്നതാണല്ലോ." എന്നാൽ അപ്പോൾ അവൾ അവന്റെ വാക്കുകൾ ഓർത്തു. "നീ നിന്റെ ജീവിതം ജീവിച്ചു തീർക്കണം, പൂർണ്ണമായി, യാതൊരു ഭയവുമില്ലാതെ." അവൾ കണ്ണുകൾ അടച്ചു. അവളുടെ കണ്ണുനീർ മഴയോടൊപ്പം ചേർന്നു. അവളുടെ ഹൃദയം തകർന്നിരുന്നു. എങ്കിലും അത്ഭുതമെന്ന് പറയട്ടെ, അവൾക്കുള്ളിലെ എന്തോ ഒന്ന് ഭേദമാകുന്നുണ്ടായിരുന്നു. പ്രണയം അവസാനിച്ചിരുന്നു. എന്നാൽ ആ പ്രണയം അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. കാരണം ചില കഥകൾ ഒരു ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കില്ല. എന്നാൽ അവ ആ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. വർഷങ്ങൾക്കു ശേഷം ലേയ അവളുടെ ആദ്യത്തെ നോവൽ പ്രസിദ്ധീകരിച്ചു. അതിലെ സമർപ്പണം ഇങ്ങനെയായിരുന്നു: ജോയ്ക്ക് എങ്ങനെ സ്നേഹിക്കണമെന്നും എങ്ങനെ കൂടെ നിൽക്കണമെന്നും എങ്ങനെ വിട്ടയക്കണമെന്നും എന്നെ പഠിപ്പിച്ചതിന്. ആളുകൾ ആ പുസ്തകത്തെ പ്രശംസിച്ചു. ചിലർ അത് വായിച്ച് കരഞ്ഞു. അതിലെ വികാരങ്ങൾ വളരെ ജീവനുള്ളതാണെന്ന് ചിലർ പറഞ്ഞു. എന്നാൽ യഥാർത്ഥ കഥ ആർക്കും അറിയില്ലായിരുന്നു, അവൾക്കൊഴികെ. ഓരോ കാലവർഷത്തിലും മഴത്തുള്ളിയുടെ ആ ലോക്കറ്റും ധരിച്ച് അവൾ ആ ആൽമരച്ചുവട്ടിലെത്തുമായിരുന്നു. മഴ പെയ്യുമ്പോഴെല്ലാം അവൾക്ക് അവനെ അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. ഓർമ്മകളിലായിരുന്നില്ല, സങ്കടങ്ങളിലുമായിരുന്നില്ല, മറിച്ച് അവളെ ഒരിക്കലും വിട്ടുപിരിയാത്ത നിശബ്ദവും അചഞ്ചലവുമായ ആ പ്രണയത്തിൽ. കാരണം ചിലർ ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല. ചില പ്രണയകഥകൾ അവസാനിക്കാറില്ല. അവ വെറുതെ ആ മഴയിലൂടെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.